ഇങ്ങനെയൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിൽ ചിലതെല്ലാം ഇപ്പോഴും ഓടുന്നുണ്ട്. സൊനാലിക റെനോ. ഇന്ത്യക്കാരന് കാലാകാലം ഈട് നിൽക്കുന്ന ട്രാക്ടറുകൾ ഉണ്ടാക്കി നൽകിയ ഇന്റർനാഷണൽ ട്രാക്ടേഴ്സ് ലിമിറ്റഡ് എന്ന സൊനാലിക ഇന്ത്യൻ റോഡുകളുടെ വന്യതയിലേക്ക് പറഞ്ഞുവിട്ട കരുത്തൻ. ടൊയോട്ട ക്വാളിസിന് ഇസുസുവിൽ ജനിച്ച CUV. നല്ല ശക്തിയുള്ള ഇസുസു എഞ്ചിന്റെ കരുത്തും അമ്പരപ്പിക്കുന്ന മൈലേജും ആരോടും മത്സരിക്കാവുന്ന വിലയുമായപ്പോൾ സ്വപ്നം കാണുന്ന വേഗത്തിലാണ് സൊനാലിക റെനോ വിപണി പിടിച്ചത്. കുതിപ്പിനിടയിലും കാലം മാറുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. സൊനാലിക റെനോ ഇന്ന് എവിടെയും ഉണ്ടാക്കപ്പെടുന്നുമില്ല, വിൽക്കുന്നുമില്ല. എന്നാൽ അറിയണമല്ലോ ആരായിരുന്നവരെന്നും എന്താണ് അവർക്ക് സംഭവിച്ചതെന്നും. 1969 പഞ്ചാബിൽ ഹോഷിയാർപൂരിലെ LIC ഓഫീസിൽ നിന്ന് റിട്ടയറായ ലക്ഷ്മൺ ദാസ് മിത്തൽ ചിലതെല്ലാം മനസ്സിൽ കുറിച്ചിട്ടാണ് പടിയിറങ്ങിയത്. യുവത്വം കളയാതിരിക്കാൻ ഇനിയും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അതിനായി തന്റെ 56-ാം വയസ്സിൽ അദ്ദേഹം ഒരു പുതിയ ബിസിനസ് തുടങ്ങി. കൈമുതലായി വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തനിക്കൊക്കുന്ന ഒന്ന്. പാരമ്പര്യമായി കൃഷിക്കാരാണ് ലക്ഷ്മൺ ദാസ് മിത്തലിന്റെ കുടുംബം. LICയിലെ ജോലിക്കിടയിലും തന്റെ 12 ഏക്കർ വയലിൽ സജീവമായിരുന്നു ലക്ഷ്മൺദാസ്. ഇന്ത്യൻ കർഷകരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. കൃഷി ചെയ്യാൻ ആവശ്യത്തിനുള്ള ആധുനിക ഉപകരണങ്ങൾ 1960കളിൽ ഇന്ത്യയിൽ തീരെ ലഭ്യമല്ല. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങൾക്ക് സാധാരണ കർഷകന് താങ്ങാൻ കഴിയാത്തത്ര വിലയും. ഈ പ്രതിസന്ധി അവസരമാക്കി മാറ്റിയ ലക്ഷ്മൺ ദാസ് മിത്തൽ 1969 അധികം അഡ്വാൻസ്ഡ് അല്ലെങ്കിലും കർഷകർക്ക് ഉപകാരപ്പെടുന്ന ചെറിയ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സൊനാലിക ഗ്രൂപ്പിന് അടിത്തറയിട്ടു. ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങിയ സംരംഭം തുടക്കം ഒട്ടും എളുപ്പമായിരുന്നില്ല. വിപണിയിൽ ഇതിനകം തന്നെയുള്ള വലിയ കമ്പനികളോട് മത്സരിക്കണമായിരുന്നു. 1970കളിൽ സൊനാലിക തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കി. അഗ്രികൾച്ചറൽ ത്രഷറുകൾ, കതിർ മെതിക്കാനുള്ള യന്ത്രം. അതുവരെ മാസങ്ങളോളം എടുത്ത് കർഷകർ ചെയ്തിരുന്ന ജോലി മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കാൻ ഈ യന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് ഏറ്റവും മികച്ചത്. ഗുണനിലവാരത്തിൽ സൊനാലിക ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. സൊനാലികയുടെ ത്രഷറുകളുടെ വിലയും എങ്ങനെ കൈകാര്യം ചെയ്താലും കേടുവരാത്ത ഡ്യൂറബിലിറ്റിയും പെട്ടെന്ന് ഹിറ്റായി. പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്കിടയിൽ സൊനാലിക എന്ന പേര് തരംഗമായി മാറി. സൊനാലികയുടെ ത്രഷറാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങാമെന്ന് അവർ പരസ്പരം ഗ്യാരണ്ടി നൽകി. ത്രഷറുകളുടെ വിജയം കൂടുതൽ വലിയ സ്വപ്നങ്ങളിലേക്ക് ലക്ഷ്മൺ ദാസ് മിത്തലിനെ എത്തിച്ചു. ഇന്ത്യൻ കർഷകരുടെ യഥാർത്ഥ കരുത്ത് ട്രാക്ടറുകളാണെന്ന് ലക്ഷ്മൺ ദാസ് മിത്തലിന് അറിയാം. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ ട്രാക്ടർ നിർമ്മാണം എന്നത് വലിയ മൂലധനവും വിദേശ ടെക്നോളജിയും ആവശ്യമുള്ള ഒന്നായിരുന്നു. മിത്തൽ പിന്മാറിയില്ല. 1987 ഒക്ടോബർ മാസം 17-ാം തീയതി അദ്ദേഹം ഇന്റർനാഷണൽ ട്രാക്ടേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. എന്നിട്ടും സ്വന്തമായി ഒരു ട്രാക്ടർ ഡിസൈൻ വികസിപ്പിച്ചെടുക്കാൻ വർഷങ്ങളുടെ കഠിനാധ്വാനം വേണ്ടി വന്നു. ഒടുവിൽ 1995 കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗവേഷണ സ്ഥാപനമായ സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സൊനാലിക കൈകോർത്തു. പഞ്ചാബിലെ മണ്ണിന്റെ സ്വഭാവം പഠിച്ച് അതിനനുയോജ്യമായ ഒരു ട്രാക്ടർ എഞ്ചിനും സ്ട്രക്ചറും അവർ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ 1996 സൊനാലിക തങ്ങളുടെ ആദ്യത്തെ ട്രാക്ടർ വിപണിയിൽ അവതരിപ്പിച്ചു. അതിനൊരു വ്യത്യസ്തതയുണ്ടായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ ട്രാക്ടർ വിറ്റിരുന്ന കമ്പനികളെല്ലാം ഇന്ത്യൻ ഉപഭോക്താക്കളെ കാര്യമായി പഠിച്ചിരുന്നില്ല. ജർമ്മൻ ഡിസൈൻ അതേപടി അനുകരിക്കലായിരുന്നു. സൊനാലിക വഴിമാറി ചിന്തിച്ചു. അവർ അവതരിപ്പിച്ചത് കസ്റ്റമൈസ്ഡ് ട്രാക്ടറുകളാണ്. അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത മണ്ണുകൾക്കും വിളകൾക്കും അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച ട്രാക്ടറുകൾ. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് ഒരു തരം ട്രാക്ടർ, നെൽകൃഷിക്ക് മറ്റൊരു തരം. വിലയോ മറ്റു ട്രാക്ടറുകളുടെ ഏതാണ്ട് നേർപകുതിയും. ഈ ഒരൊറ്റ തന്ത്രം ഇന്ത്യൻ ട്രാക്ടർ വിപണിയുടെ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചു. 2001 സൊനാലിക റോക്കറ്റ് വേഗത്തിലാണ് വളർന്നത്. ഡിമാൻഡിനനുസരിച്ച് ട്രാക്ടർ കൊടുക്കാനാവാത്ത അവസ്ഥ. 2001 പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ സൊനാലിക ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ച് ഞെട്ടിച്ചു. ഹോഷിയാർപൂരിലെ പ്ലാന്റിൽ പ്രൊഡക്ഷൻ തുടങ്ങിയ അതേ വർഷം സൊനാലിക ഫ്രഞ്ച് ഓട്ടോമൊബൈൽ ഭീമനായ റെനോയുടെ കാർഷിക ഡിവിഷനായ റെനോ അഗ്രികൾച്ചറുമായി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഒപ്പുവച്ചു. ഈ പങ്കാളിത്തത്തിലൂടെ 2002 റെനോ സൊനാലിക ഇന്റർനാഷണൽ എന്ന പേരിൽ ആഗോള നിലവാരമുള്ള ട്രാക്ടറുകൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തി. ഇന്ത്യൻ കർഷകന് വിദേശ ടെക്നോളജിയുടെ കരുത്ത് ഇന്ത്യൻ വിലയിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. 2003 ഭാരത സർക്കാരിന്റെ പ്രശസ്തമായ ബെസ്റ്റ് ക്വാളിറ്റി അവാർഡ് സൊനാലികയെ തേടിയെത്തി. 2004 ഇന്ത്യൻ ട്രാക്ടറുകൾ വിദേശത്തേക്ക് കയറ്റി അയച്ച് സൊനാലിക പിന്നെയും ഞെട്ടിച്ചു. പക്ഷേ ലക്ഷ്മൺ ദാസ് മിത്തലിനറിയാം, ട്രാക്ടർ ഒരു ബൗണ്ടറിയാണ്. അവിടെ നിന്ന് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. വിശാലമായ ഇന്ത്യൻ വയലുകൾക്കപ്പുറം ഓരോ ദിവസവും കിലോമീറ്റർ കണക്കിന് വികസിക്കുന്ന റോഡുകളിലും അദ്ദേഹത്തിന്റെ കണ്ണെത്തി. ട്രാക്ടറിനെ തങ്ങൾ ജനാധിപത്യവൽക്കരിച്ചതുപോലെ ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന വാഹനങ്ങൾ ഇറക്കി ഓട്ടോമൊബൈൽ വിപണിയിലും ഭാഗ്യം പരീക്ഷിക്കണമെന്ന് ലക്ഷ്മൺ ദാസ് മിത്തൽ തീരുമാനിച്ചു. ഇന്ത്യയിൽ അക്കാലത്ത് ക്വാളിസും ബൊലെറോയുമൊക്കെ തരംഗം സൃഷ്ടിക്കുന്ന സമയമാണ്. തനിക്ക് അധികം സമയമില്ലെന്നറിയാവുന്ന മിത്തൽ ഒന്നിനുവേണ്ടിയും കാത്തു നിൽക്കാറില്ല. പാസഞ്ചർ കാർ വിപണിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സൊനാലിക ഇന്റർനാഷണൽ കാഴ്സ് ആൻഡ് മോട്ടോഴ്സ് ലിമിറ്റഡ് ICML എന്ന പേരിൽ ഒരു പുതിയ സബ്സിഡിയറി ഉണ്ടാക്കി. അപ്പോഴും ഒരു പാസഞ്ചർ കാർ ഉണ്ടാക്കുന്നത് ട്രാക്ടർ അസംബിൾ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല. അതിന് ഏറ്റവും ആധുനികമായ ഓട്ടോമൊബൈൽ ടെക്നോളജി വേണം. കരുത്തന്മാരുമായുള്ള പങ്കാളിത്തം വേണം. പിഴവില്ലാത്ത ഡിസൈൻ വേണം.
ലക്ഷ്മൺ ദാസ് മിത്തൽ ഒരു പ്ലെയിനും വാടകയ്ക്കെടുത്ത് ലോകം ചുറ്റി. ആ യാത്രയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് UK തറവാടിയായ മോറിസ് ഗാരേജ് റോവർ എന്ന MG റോവറിന്റെ മുറ്റത്താണെത്തിയത്. 2005 തുടക്കത്തിൽ ICML MG റോവറുമായി കൈകോർത്തു. ഇന്ത്യക്കിണങ്ങുന്ന ലളിതമായ ഒരു SUV ഉണ്ടാക്കാൻ സാങ്കേതിക സഹകരണ കരാറിലാണ് ഇരുവരും ഒപ്പുവെച്ചത്. ഇതേ സമയം തന്നെ സൊനാലികയുടെ പ്രധാന ബിസിനസ്സായ ട്രാക്ടർ മേഖലയിലും വലിയ മാറ്റങ്ങളുണ്ടായി. 2005 ഓഗസ്റ്റിൽ സൊനാലികയുടെ പ്രധാന പങ്കാളികളായ റെനോ അഗ്രികൾച്ചറിനെ ജർമ്മൻ കമ്പനിയായ ക്ലോസ് ഏറ്റെടുത്തു. ഇതോടെ റെനോയ്ക്ക് സൊനാലികയിലുണ്ടായിരുന്ന ഓഹരികൾ സൊനാലിക തന്നെ പൂർണ്ണമായി തിരികെ വാങ്ങി. തൊട്ടടുത്ത മാസം, അതായത് 2005 ഒക്ടോബറിൽ ജാപ്പനീസ് ട്രാക്ടർ രംഗത്തെ ഭീമന്മാരായ യാൻമാർ സൊനാലികയുടെ ഇന്ത്യൻ വിപണിയിലെ കരുത്ത് തിരിച്ചറിഞ്ഞ് അവരുടെ 12% ഓഹരികൾ സ്വന്തമാക്കി. ഈ അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകൾ സൊനാലികയ്ക്ക് വലിയ സാമ്പത്തിക ഭദ്രതയും ആഗോള പ്രതിച്ഛായയും നൽകി. ആവശ്യത്തിനും അതിൽ കൂടുതലും കാശായപ്പോൾ സൊനാലിക ഹിമാചൽ പ്രദേശിലെ അംബിൽ അവരുടെ കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റിന് സ്ഥലം കണ്ടെത്തി. 2005 നവംബറിൽ 200 കോടി രൂപ വരുന്ന അന്നത്തെ വമ്പൻ നിക്ഷേപത്തിലാണ് ICML അത്യാധുനിക പ്ലാന്റ് സ്ഥാപിച്ചത്. വർഷം 1 ലക്ഷത്തിലേറെ കാറുകൾ പുറത്തിറക്കാൻ ശേഷിയുള്ള പ്ലാന്റ്. അങ്ങനെ ആ ദിവസം വന്നു. 2006 ജനുവരി 11 പ്രഗതി മൈതാനിയിൽ ഡൽഹി ഓട്ടോ ഷോയിൽ സൊനാലിക ഗ്രൂപ്പ് തങ്ങളുടെ ആദ്യത്തെ മൾട്ടി യൂട്ടിലിറ്റി വാഹനം അവതരിപ്പിച്ചു. പേര് റൈനോ. കണ്ടാമൃഗം പോലെ ശക്തനായ, ഏത് ദുർഘടമായ ഇന്ത്യൻ റോഡുകളെയും മെരിക്കാൻ പോന്ന ഒറ്റക്കൊമ്പൻ വാഹനം. റെനോയെ കണ്ടവരെല്ലാം ചോദിച്ചത് ഇത് ടൊയോട്ട കോളിസ് അല്ലേ എന്നാണ്. ക്വാളിസിന്റെ ബോക്സി ഡിസൈൻ്റെ തനിപ്പകർപ്പ്. ടൊയോട്ട കോളിസ് വിപണിയിൽ നിന്നും പിൻവാങ്ങിയ ശൂന്യത മുതലെടുക്കാനുള്ള ബുദ്ധി. വിപണി ശരിക്കും ഞെട്ടിയത് റെനോയുടെ വില കേട്ടപ്പോഴാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 5.45 ലക്ഷം രൂപ. അക്കാലത്തെ വമ്പന്മാരായ മഹീന്ദ്ര സ്കോർപിയോയോടും ടാറ്റ സഫാരിയോടും മുട്ടുനിൽക്കാൻ പറ്റുന്ന വില. കർഷകർക്കും ടാക്സി ഓപ്പറേറ്റർമാർക്കും മധ്യവർഗ കുടുംബങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ പാക്കേജ്. റെനോ കുതിച്ചത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉണ്ടാക്കുന്ന 2 ലിറ്റർ ഇസുസു എഞ്ചിന്റെ കാര്യത്തിലാണ്. ട്രാക്ടർ ഉണ്ടാക്കി പരിചയമുള്ള സൊനാലികയ്ക്ക് വണ്ടിയുടെ കരുത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല. 2006 ഏപ്രിൽ മാസത്തോടെ വടക്കേ ഇന്ത്യയിൽ റെനോയുടെ വിൽപ്പന തകൃതിയായി. പഞ്ചാബിലും ഹിമാചലിലും വൻ വരവേൽപ്പ് ലഭിച്ചതിന് പിന്നാലെ ഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോകളിലേക്ക് വണ്ടി എത്തി തുടങ്ങി. കേരളത്തിൽ ജില്ല തോറും ഡീലർഷിപ്പുകൾ വന്നു. റെനോയുടെ കുതിപ്പ് ആഗോള നിക്ഷേപകരും ശ്രദ്ധിച്ചു. 2006 ഡിസംബറിൽ ആഗോള സാമ്പത്തിക ഭീമന്മാരായ സിറ്റി ഗ്രൂപ്പ് സൊനാലികയിലേക്ക് വന്നു. അവർ സൊനാലികയുടെ ട്രാക്ടർ ബിസിനസ്സിൽ 10% ഓഹരിയും കാർ കമ്പനിയായ ICMLൽ 20% ഓഹരിയും സ്വന്തമാക്കി. സൊനാലിക ബ്രാൻഡിന്റെ മൂല്യം കുതിച്ചുയർന്നു. വെറും പ്രാദേശിക ട്രാക്ടർ നിർമ്മാതാക്കളിൽ നിന്ന് അന്താരാഷ്ട്ര നിക്ഷേപകരുള്ള, സ്വന്തമായി കാർ ബ്രാൻഡുള്ള ഒരു വൻകിട ഇന്ത്യൻ കോർപ്പറേറ്റ് ഗ്രൂപ്പായി സൊനാലിക മാറിക്കഴിഞ്ഞിരുന്നു. കാർ വിപണി കീഴടക്കുമ്പോൾ തന്നെ 2007 സൊനാലിക തങ്ങളുടെ അന്താരാഷ്ട്ര ട്രാക്ടർ ബ്രാൻഡായ സോളിസ് അവതരിപ്പിച്ചു. ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ വിപണികളെ ലക്ഷ്യമിട്ടായിരുന്നു സോളിസിന്റെ വരവ്. കറുപ്പും നീലയും കലർന്ന ആധുനിക ഡിസൈനിലുള്ള സോളിസ് ട്രാക്ടറുകൾ വിദേശത്ത് വലിയ തരംഗമായി. ഈ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ ആദ്യ മോഡലിലെ പോരായ്മകൾ പരിഹരിച്ച് 2008 സൊനാലിക റൈനോ RX അവതരിപ്പിച്ചു. പവർ സ്റ്റിയറിംഗ്, കൂടുതൽ ശക്തമായ എയർ കണ്ടീഷണർ, മെച്ചപ്പെട്ട സസ്പെൻഷൻ എന്നിവ റൈനോ RXൽ ഉണ്ടായിരുന്നു. പരിഷ്കാരങ്ങൾ പെട്ടെന്ന് ഫലം കണ്ടു. ഇന്ത്യയിലെ ടാക്സി ഓപ്പറേറ്റർമാർക്കിടയിൽ റൈനോ RX പതിയെ കളം പിടിച്ചു. ടൊയോട്ട ഇന്നോവ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക്, എന്നാൽ ടൊയോട്ട ക്വാളിസിന്റെ അതേ സ്പേസ് ആഗ്രഹിച്ചവർക്ക് റൈനോ RX ആയിരുന്നു ഏക ഓപ്ഷൻ. അതുവരെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഇസുസു എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന സൊനാലിക റൈനോ RXന്റെ പോരായ്മ ഈ ആശ്രയത്വമാണെന്ന് തോന്നിയപ്പോൾ അടുത്ത നീക്കം നടത്തി. 2009 സൊനാലിക ഇന്ത്യൻ ഓട്ടോമൊബൈൽ ലോകത്തെ വിസ്മയിപ്പിച്ച് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത 2 ലിറ്റർ CRDA എഞ്ചിൻ റെനോയിൽ ഉൾപ്പെടുത്തി. ഭാരത് സ്റ്റേജ് 4 പൊല്യൂഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കുന്നതായിരുന്നു ഈ പുതിയ എഞ്ചിൻ. റെനോയുടെ പവർ വർദ്ധിപ്പിച്ച് ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കാനും പുതിയ എഞ്ചിന് സാധിച്ചു. 2010 ടാക്സി ഇമേജിൽ നിന്ന് മാറി പേഴ്സണൽ കാറുകൾ വാങ്ങുന്നവരെ ആകർഷിക്കാൻ സൊനാലിക ഒരുങ്ങി. അവർ റൈനോ ഡിലൈറ്റ് വിപണിയിലെത്തിച്ചു. മോഡേൺ അലോയ് വീലുകൾ, ആഗോള നിലവാരമുള്ള ഫോഗ് ലാമ്പുകൾ, ഡ്യുവൽ ടോൺ കളറുകൾ, ഉള്ളിൽ കൂടുതൽ ആഡംബരം തോന്നിക്കുന്ന വുഡൻ ഫിനിഷ് ഡാഷ്ബോർഡ് തുടങ്ങിയവ റെനോ ഡിലൈറ്റിന്റെ പ്രത്യേകതകളായിരുന്നു. സൊനാലിക സാധാരണ ബഡ്ജറ്റ് ബ്രാൻഡിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് മഹീന്ദ്രയെ അടക്കം പുതിയ ഇന്നോവേഷൻ പ്രേരിപ്പിച്ചു. ഇത് മാത്രമല്ല, 2011 സൊനാലിക യൂറോപ്യൻ യൂണിയന്റെ കടുത്ത ഗുണനിലവാര പരിശോധനകൾ പാസ്സായി യൂറോപ്പിലേക്ക് നേരിട്ട് ട്രാക്ടറുകൾ കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ബ്രാൻഡായി. ചങ്കൂറ്റമുള്ള മാനേജ്മെന്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്നോവേഷനും ആഗോള പാർട്ണർഷിപ്പും എല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യൻ കാർ വിപണി എന്ന കാറും കോളും നിറഞ്ഞ കടലിന്റെ ആഴം കൃത്യമായി മനസ്സിലാക്കാൻ സൊനാലികയ്ക്ക് കഴിഞ്ഞില്ല. ടാറ്റയും മഹീന്ദ്രയും ഇക്കാലം കൊണ്ട് എന്തിനു വേണ്ടിയും തയ്യാറെടുക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചില്ല. 2011 ആയപ്പോഴേക്കും ഇന്ത്യൻ മൾട്ടി യൂട്ടിലിറ്റി വാഹന വിപണി പൂർണ്ണമായും മാറിമറിഞ്ഞു. ടൊയോട്ട ഇന്നോവ അതിൻ്റെ ആഡംബരവും വിശ്വസ്തതയും പവറും കൊണ്ട് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മഹീന്ദ്ര സൈലോയും വിപണിയിൽ ശക്തമായി. ഡിസൈനിൽ ടൊയോട്ട കോളിസിനോട് സാദൃശ്യമുണ്ടായിരുന്ന റൈനോ പുതുതലമുറ ഉപഭോക്താക്കൾക്ക് ഒരു പഴഞ്ചൻ ഡിസൈനായി അനുഭവപ്പെട്ടു തുടങ്ങി. അത് മാറ്റാൻ സൊനാലിക അടുത്തെങ്ങും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിലെ വിൽപ്പന വസന്തം കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു. 2011 മത്സരം മൂലം റൈനോയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. അർബൻ മാർക്കറ്റ് റൈനോയെ പൂർണ്ണമായും കൈവിട്ടു.
ആ വർഷം 10-ലേറെ വലിയ ഡീലർഷിപ്പുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഇന്ത്യൻ ഉപഭോക്താക്കൾ കൂടുതൽ ആധുനികമായ ഫീച്ചറുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി. റൈനോയുടെ പ്ലാസ്റ്റിക് ഇന്റീരിയർ അത്രമാത്രം ദയനീയമായിരുന്നു. മാത്രമല്ല, എയർ ബാഗുകളും ABS പോലുള്ളവ റൈനോയുടെ പഴയ പ്ലാറ്റ്ഫോമിൽ ഉൾക്കൊള്ളിക്കുന്നത് ചെലവേറിയ കാര്യമാണ്. ഒടുവിൽ ആ ഹാർഡ് ബ്രോക്കൺ തീരുമാനം സൊനാലിക മാനേജ്മെന്റ് എടുത്തു. 2013 സൊനാലിക റൈനോയുടെ ഉൽപ്പാദനം ഔദ്യോഗികമായി പൂർണ്ണമായി നിർത്തി. കാർ ബിസിനസ്സിൽ തിരിച്ചടി നേരിടുന്ന സമയത്തും ആഗോള നിക്ഷേപകർ സൊനാലികയിലേക്ക് എത്തി. 2012 ഒക്ടോബറിൽ അമേരിക്കൻ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായ ബ്ലാക്ക്സ്റ്റോൺ ഗ്രൂപ്പ് സൊനാലികയിൽ 520 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. സൊനാലികയുടെ 12.5% ഓഹരികൾ അവർ സ്വന്തമാക്കി. ട്രാക്ടർ ബിസിനസ്സിലേക്കാണ് കാശ് വന്നത്. സൊനാലിക വലിയ അബദ്ധം കാട്ടി. ഈ പണം അവർ കാർ ബിസിനസ്സിലേക്ക് വകമാറ്റി. വീണുപോയ റൈനോയ്ക്ക് പകരക്കാരനായി 2012 അവസാനത്തോടെ അവർ ICML എക്സ്ട്രീം എന്ന SUV അവതരിപ്പിച്ചു. റൈനോയുടെ ബോക്സി ഡിസൈനിൽ നിന്ന് മാറി കൂടുതൽ മസ്കുലറായ ബമ്പർ, ക്രോം ഗ്രിൽ, സ്പോർട്ടി ലുക്കിലുള്ള ഇന്റീരിയർ എന്നിവയോടെയാണ് എക്സ്ട്രീം എത്തിയത്. റൈനോയുടെ നഷ്ടപ്പെട്ട വിപണി എക്സ്ട്രീമിലൂടെ സൊനാലിക തിരിച്ചു പിടിക്കുമെന്ന് അവർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഇന്ത്യയിൽ ICML എക്സ്ട്രീം മോഡൽ ഒരു ദിവസം ഒരെണ്ണം പോലും വിൽക്കാത്ത ആഴ്ചകളുണ്ടായിരുന്നു. മഹീന്ദ്ര XUV 500നും അപ്ലിഫ്റ്റ് ചെയ്ത ഇന്നോവയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ എക്സ്ട്രീമിനായില്ല. ഇതുകൂടി ആയതോടെ സൊനാലിക ഗ്രൂപ്പ് ഒന്ന് തിരിച്ചറിഞ്ഞു. കാറുണ്ടാക്കുന്നത് തങ്ങൾക്ക് പറ്റിയ പണിയല്ല. അവർ പാസഞ്ചർ വെഹിക്കിൾ നിർമ്മാണം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ICML എന്ന ഇന്റർനാഷണൽ കാഴ്സ് ആൻഡ് മോട്ടോഴ്സ് ലിമിറ്റഡ് കമ്പനിക്ക് പൂട്ടുവീണു. സൊനാലിക ഇപ്പോഴും ട്രാക്ടർ നിർമ്മാണത്തിലെ മുൻനിരക്കാരാണ്. ലോകമൊട്ടാകെ അവർ ട്രാക്ടറുകൾ വിൽക്കുന്നുണ്ട്. 2016 ഡിസംബറിൽ ജപ്പാനിലെ യാൻമാർ കോർപ്പറേഷൻ സൊനാലികയുടെ 30% ഓഹരികൾ ഒറ്റയടിക്ക് സ്വന്തമാക്കി. 2012 മുതൽ സൊനാലികയിൽ വൻ നിക്ഷേപം നടത്തിയിരുന്ന ആഗോള ഫിനാൻഷ്യൽ ഇൻവെസ്റ്ററായ ബ്ലാക്ക്സ്റ്റോൺ ഗ്രൂപ്പ് അവരുടെ നിക്ഷേപം വലിയ ലാഭത്തോടെ പിൻവലിച്ച് പൂർണ്ണമായും എക്സിറ്റ് ചെയ്തു. ജാപ്പനീസ് എഞ്ചിനീയറിംഗും കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയും സൊനാലികയുടെ ലോ കോസ്റ്റ് ബിൽഡ് മോഡലും ചേർന്നപ്പോൾ ആഗോള വിപണി അവർക്ക് അനായാസം നടന്നു കയറാൻ പറ്റി. 2017 മെയ് മാസത്തിൽ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ സൊനാലിക തങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് ട്രാക്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ട്രാക്ടറിൻ്റെ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ച് അസംബിൾ ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റായിരുന്നു ഇത്. പ്രതിവർഷം 3 ലക്ഷം ട്രാക്ടറുകൾ ഉണ്ടാക്കാനുള്ള ശേഷി. ഒരു ട്രാക്ടർ പൂർണ്ണമായി അസംബിൾ ചെയ്ത് പുറത്തിറക്കാൻ ഈ പ്ലാന്റിന് വേണ്ടിവരുന്ന സമയം വെറും 2.5 മിനിറ്റാണ്. 2.5 മിനിറ്റ്. ഇത് ലോകത്തിൽ ഇന്നും ഒരു വാഹന അസംബ്ലി യൂണിറ്റിനും തകർക്കാനാവാത്ത റെക്കോർഡാണ്. 2018 ആയപ്പോഴേക്കും മഹീന്ദ്രയും ടാഫയും ഭരിക്കുന്ന ഇന്ത്യൻ ട്രാക്ടർ വിപണിയിൽ ഏറ്റവും വലിയ 3ാമത്തെ ട്രാക്ടർ നിർമ്മാതാക്കളായി സൊനാലിക മാറി. 2018 ഒക്ടോബറിൽ അവർ ആഫ്രിക്കൻ വിപണിയിലേക്ക് ഇടിച്ചു കയറി. അൾജീരിയയിലെ പ്രാദേശിക കാർഷിക യന്ത്രസാമഗ്രി നിർമ്മാതാക്കളായ ഫമാഗ് കമ്പനിയുമായി സൊനാലിക ജോയിന്റ് വെഞ്ചർ ആരംഭിച്ചു. അൾജീരിയയിലെ പ്രാദേശിക കർഷകർക്ക് അനുയോജ്യമായ രീതിയിൽ ട്രാക്ടറുകൾ അവിടെ തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സൊനാലികയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള കയറ്റുമതി എളുപ്പമാക്കുന്നതിലും ഈ അൾജീരിയൻ പ്ലാന്റ് വലിയ പങ്ക് വഹിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ചൈനയൊഴികെ ഏതാണ്ട് എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മെയ്ഡ് ഇൻ ഇന്ത്യ ലേബലിൽ സൊനാലിക ട്രാക്ടറുകൾ കയറ്റി അയക്കുന്നുണ്ട്. അത്ര ബെസ്റ്റാണ് അവരുടെ ക്വാളിറ്റി. സൊനാലിക എന്ന പേരിലും യൂറോപ്പ് ഉൾപ്പെടെയുള്ള ആധുനിക അന്താരാഷ്ട്ര വിപണികളിൽ സോളിസ് എന്ന പ്രീമിയം ബ്രാൻഡിലും 2022 തങ്ങളുടെ എല്ലാ ട്രാക്ടർ മോഡലുകളുടെയും ഫൈനൽ പ്രൈസ് സ്വന്തം വെബ്സൈറ്റിലൂടെ അവർ പരസ്യപ്പെടുത്തി. ഈ നീക്കം വിപണിയിലെ മറ്റു വമ്പന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. സുതാര്യത എന്ന വാക്കിന് കച്ചവടത്തിൽ വലിയ സ്ഥാനമില്ലെന്ന് വിശ്വസിച്ചിരുന്ന കമ്പനികൾക്കിടയിലേക്കാണ് സൊനാലിക ഈ വിപ്ലവം കൊണ്ടുവന്നത്. കർഷകന് തങ്ങളുടെ പോക്കറ്റിനിണങ്ങുന്ന ട്രാക്ടർ ഏതാണെന്ന് വീട്ടിലിരുന്ന് തന്നെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കിട്ടിയത്. ₹1 പോലും അധികം നൽകാതെ ഇടനിലക്കാരുടെ കമ്മീഷൻ ഒഴിവാക്കി കൃത്യമായ വിലയ്ക്ക് ട്രാക്ടറുകൾ കർഷകരിലേക്ക് എത്തി. ലക്ഷ്മൺ ദാസ് മിത്തൽ തന്നെ ഒരിക്കൽ പങ്കുവച്ച സ്വപ്നമാണിത്. ഇന്ത്യൻ കർഷകരോടുള്ള അവരുടെ ആത്മാർപ്പണം. 2025 ജനുവരിയിൽ തങ്ങളുടെ ട്രാക്ടറുകളുടെ സർവീസ് കോസ്റ്റ് കൂടി അവർ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തി. ഓരോ പാർട്സിൻ്റെയും കൃത്യമായ വില, ലേബർ ചാർജ് ഇതെല്ലാം വിശദമായി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മറ്റൊരു ഓട്ടോമൊബൈൽ കമ്പനിയും ഇതുവരെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യം. ഈ സുതാര്യതയ്ക്ക് ഇന്ത്യൻ കർഷകർ അവരുടെ വിശ്വാസം തിരിച്ചു നൽകി. 2025 മാർച്ചിലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സൊനാലിക തുടർച്ചയായി 9 വർഷം പ്രതിവർഷം 1 ലക്ഷത്തിലധികം ട്രാക്ടറുകൾ വിൽക്കുന്ന കമ്പനി എന്ന പേര് നിലനിർത്തി. ഇന്ന് ഇത് എഴുതുന്ന ദിവസം 2026 ജൂണിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ആകെ ട്രാക്ടറുകളുടെ 1/3 സൊനാലികയുടേതാണ്. 56 വർഷങ്ങൾക്ക് മുൻപ് ലക്ഷ്മൺ ദാസ് മിത്തൽ എന്ന സാധാരണക്കാരനായ ഒരു പെൻഷൻകാരൻ ആരംഭിച്ച ഒറ്റമുറി പ്രസ്ഥാനം ഇന്ന് $1.1 ബില്യൺ മൂല്യമുള്ള കമ്പനിയാണ്. റൈനോയെ അവർ മറന്നു കഴിഞ്ഞു. ഒരുപക്ഷെ അണിയറയിൽ മറ്റെന്തെങ്കിലും ഒരുങ്ങുന്നുണ്ടാകാം. സൊനാലിക അങ്ങനെയാണ്. അവർ തിരിച്ചു വരും.